സംസ്ഥാന സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തരുടെ അംഗീകാരം ലഭിച്ചെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അയ്യപ്പ സംഗമത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവർ വർഗീയവാദികളാണെന്നും MV ഗോവിന്ദൻ തൃശൂരിൽ പറഞ്ഞു. രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരാണ് വർഗീയവാദികളെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അയ്യപ്പ സംഗമത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവർ വർഗീയവാദികളാണ്. വർഗീയവാദികൾക്കൊപ്പമല്ല, വിശ്വാസികൾക്കൊപ്പമാണ് CPM. സംസ്ഥാന സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തരുടെ അംഗീകാരം ലഭിച്ചു. ശബരിമല കേസിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കണമെന്നുള്ളതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. കോടതിയുടെ പരിഗണനയിലായിരുന്ന യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നിലപാടുകളോട് യോജിച്ചാണ് ഇപ്പോൾ തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികളും. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് പോകണം വർഗീയവാദികളെ ഫലപ്രദമായി പ്രതിരോധിക്കുക. ആ നിലപാടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കി പറയണം. വെറുതെ എന്തെങ്കിലും വർത്താൻ തോന്നിയിട്ട് പറഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞത് പിന്നെ പറയണ്ട. മനസ്സിലായില്ലേ? വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് വർഗീയവാദികളെ ശക്തിയായ രീതിയിൽ പ്രതിരോധിക്കേണ്ടത്. വ്യക്തമായില്ലേ? ഗവർണർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ടെന്ന് ഡിജിറ്റൽ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇതെല്ലാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും കോടതി ഒരു നിലപാട് സ്വീകരിച്ചു. ഇത് അംഗീകരിക്കാതെ മുന്നോട്ടു പോവുകയാണ് ഗവർണറെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.